ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് സെൻറ്റൻസുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കല്യാണത്തിന് ശേഷവും ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇപ്പോൾ ഒട്ടുമിക്ക കുട്ടികളായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വിവാഹം നടക്കുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഠിക്കാനായിട്ട് പോകാറുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ പറയുന്നതാണ് ഞാൻ കല്യാണത്തിന് ശേഷവും പഠിച്ചിട്ടുണ്ട്. ഐ ഹാവ് സ്റ്റഡീഡ്, ഞാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. കല്യാണത്തിന് ശേഷവും എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഈവൻ ആഫ്റ്റർ മാരേജ് എന്ന് പറയാം. ഈവൻ ആഫ്റ്റർ മാരേജ്. അപ്പം ഐ ഹാവ് സ്റ്റഡീഡ് ഈവൻ ആഫ്റ്റർ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കല്യാണത്തിന് ശേഷവും പഠിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ I have studied even after marriage. Even after marriage. കല്യാണത്തിന് ശേഷവും ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം ഐ ഹാവ് സ്റ്റഡീഡ് ഈവൻ ആഫ്റ്റർ മാരേജ്. ഓക്കെ, ഇനി ഇതേ ഒരു സെൻറ്റൻസ് നമ്മൾ ഇങ്ങനെ പറയുകയാണ്, കല്യാണത്തിന് ശേഷം ഞാൻ പഠിച്ചിട്ടുണ്ട്. കല്യാണത്തിന് ശേഷവും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സെൻറ്റൻസിൽ ചെറിയൊരു മാറ്റം വന്നു. എന്നാൽ നമുക്ക് ഇങ്ങനെ പറയണം, കല്യാണത്തിന് ശേഷം ഞാൻ പഠിച്ചിട്ടുണ്ട്. ചുമ്മാ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? ഐ ഹാവ് സ്റ്റഡീഡ് ആഫ്റ്റർ മാരേജ് എന്ന് മതി. ആഫ്റ്റർ മാരേജ്. അവിടെ നമുക്ക് ഈവൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. അതായത് കല്യാണത്തിന് ശേഷവും ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഒരു ഈവൻ ഒന്ന് ചേർത്തു അല്ലേ. അതായത് ആ ഒരു സെൻറ്റൻസിനെ ഒന്നും കൂടി തറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഈവൻ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമ്മുടെ രണ്ടാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് കല്യാണത്തിന് ശേഷം ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഐ ഹാവ് സ്റ്റഡീഡ് ആഫ്റ്റർ മാരേജ്. ഇത് നമ്മൾ പറയാറുണ്ടല്ലോ. നെക്സ്റ്റ്, കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല, സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെയുള്ള ഒരു സെന്റൻസ് ആണ് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഉണ്ടായിരുന്നില്ല എന്നാണ്. ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അവിടെ നമുക്കറിയാം കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഹാഡ് നോട്ട് എന്ന് യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അപ്പം ഞങ്ങൾ we hadn't met each other before marriage എന്ന് പറയാം. We hadn't met each other before marriage എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കവിടെ each other സ്കിപ്പ് ചെയ്തുകൊണ്ട് we hadn't met before marriage എന്ന് പറയാം. അവിടെ each other എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യണം. ഞാനവിടെ സെന്റൻസിൽ ഞങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞത് കൊണ്ട് each other നമുക്ക് യൂസ് ചെയ്യാം. ഇനി അവിടെ എന്തുകൊണ്ട് മെറ്റ് വന്നു എന്ന് സംശയം വേണ്ട. സീൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കവിടെ മെറ്റ് യൂസ് ചെയ്യാം. അതെല്ലാം ചുമ്മാ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് സീൻ യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ സെന്റൻസ് എന്താണ്? ഐ ഹാഡ് നോട്ടിനെ ഷോർട്ട് ആക്കുന്നതാണ് ഐ ഹാഡിൻറ്റ് മെറ്റ് അല്ലേ. V3 ആണ് മെറ്റ്. ഐ ഹാഡിൻറ്റ് മെറ്റ് ബിഫോർ, മുമ്പാണ്. അപ്പോൾ ബിഫോർ മാരേജ്. ഇനി ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇവിടെ മെറ്റ് കഴിഞ്ഞതിന് ശേഷം തമ്മിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈച്ച് അതർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൻ്റെ ആവശ്യത വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കവിടെ സ്കിപ്പ് ചെയ്ത് കളയാം. ഇനി ചിലർക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഹാഡിൻ്റെ പകരം നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഡോണ്ട് ഹാവ് അല്ലെങ്കിൽ ഡസിൻറ്റ് ഹാവ് എന്നൊക്കെയാണ് യൂസ് ചെയ്യുക. ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഡോണ്ട് ഹാവ് യൂസ് ചെയ്തൂടെ എന്നൊരു ഒരു ഡൗട്ട് വരും. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഡോണ്ട് ഹാവ് വേണ്ട. കാരണം കഴിഞ്ഞു പോയ കാര്യമാണ് നമ്മൾ പറയുന്നത്.
പ്രസന്റിലുള്ളൊരു കാര്യമല്ല നമ്മൾ പറയുന്നത്, കഴിഞ്ഞുപോയ കാര്യമാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ ഹാഡിൻ്റെ തന്നെ യൂസ് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ്, കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് പോലുമില്ല. ഇങ്ങനെ പറയുകയാണെങ്കിലോ, കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ തമ്മിൽ കണ്ടിട്ട് പോലുമില്ല എന്നാണ് പറയുന്നത്. അവിടെ എന്ത് പറയണം? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് തറപ്പിച്ച് പറയുന്ന ഒരു സെന്റൻസ് ആണല്ലേ. വി ഹാഡിന്റ് ഈവൻ സീൻ ഈച്ച് അതർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈച്ച് അതർ, ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് പോലുമില്ല. ബിഫോർ ദ മാരേജ്, മാരേജിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് പോലുമില്ല. ഐ ഹാഡിന്റ്, അതായത് ഹാഡ് നോട്ട് സീൻ. മറ്റ് നമ്മൾ ഏതാണോ നമുക്ക് ആവശ്യമുള്ള കണ്ടുമുട്ടലേ, കണ്ടിട്ട് പോലുമില്ല, സംസാരിച്ചിട്ട് പോലും ഇല്ല. നമ്മൾ കണ്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്കിവിടെ സീൻ ഈച്ച് അതർ അല്ലേ. ഇവിടെ നമുക്ക് ഈച്ച് അതർ എന്ന് യൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഈച്ച് അതർ, സീൻ ഈച്ച് അതർ ബിഫോർ ദ മാരേജ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് പോലുമില്ല എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. നെക്സ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് കുറച്ച് വലിയ സെന്റൻസ് ആണ്. കല്യാണത്തിന് മുമ്പ് ഞാൻ നന്നായി പാട്ട് പാടുമായിരുന്നു, പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പാടാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ. ഇത് നമ്മുടെ ഒരു കഴിവ്, നമ്മൾ മുമ്പ് ചെയ്തൊരു പ്രവൃത്തി പിന്നീട് നമുക്ക് ചെയ്യാൻ എന്തുകൊണ്ടോ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പൊ മുമ്പ്, കല്യാണത്തിന് മുമ്പ് ഞാൻ നന്നായി പാട്ട് പാടാറുണ്ടായിരുന്നു, പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പാടാൻ കഴിഞ്ഞിട്ടില്ല. സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂസ്ഡ് ടു എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്ക്. നമുക്ക് ഇങ്ങനെ പറയാം, ബിഫോർ മാരേജിലെ, കല്യാണത്തിന് മുമ്പ് ഐ യൂസ് ടു സിംഗ് വെൽ, ഞാൻ നന്നായി പാടാറുണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ മാരേജ്, പക്ഷേ കല്യാണത്തിന് ശേഷം ഐ ഹാവൻറ്റ് ബീൻ ഏബിൾ ടു സിംഗ്. ഇവിടെ ഏബിൾ എന്ന് പറയുന്നത് എന്താണ്? കഴിയുക എന്നുള്ള ഏബിൾ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ സെന്റൻസ് എങ്ങനെ പറയാം? ബിഫോർ മാരേജ് ഐ യൂസ്ഡ് ടു സിംഗ് വെൽ, ബട്ട് ആഫ്റ്റർ മാരേജ് ഐ ഹാവൻറ്റ് ബീൻ ഏബിൾ ടു സിംഗ്. ഈ ഒരു സെന്റൻസ് നമുക്ക് എന്ത് യൂസ് ചെയ്തും പറയാനായിട്ട് പറ്റും? കുഡിന്റെ യൂസ് ചെയ്തും പറയാനായിട്ട് പറ്റും. എങ്ങനെ പറയാം? ഐ യൂസ്ഡ് ടു സിംഗ് വെൽ ബിഫോർ മാരേജ്, ബട്ട് ആഫ്റ്റർ മാരേജ് ഐ കുഡിന്റ് സിംഗ് എനിമോർ. ഇവിടെ എനിമോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഏബിൾ ടു യൂസ് ചെയ്ത് പറയാം, ഐ ഹാവൻറ്റ് ഏബിൾ ടു സിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ കുഡിന്റ് സിംഗ് എനിമോർ എന്ന് പറയാം. അപ്പൊ നമ്മുടെ സെന്റൻസ് എന്താണ്? ഞാൻ കല്യാണത്തിന് മുമ്പ് ഞാൻ നന്നായി പാടാറുണ്ടായിരുന്നു എന്നല്ല, കല്യാണത്തിന് മുമ്പ് ഞാൻ നന്നായി ഐ യൂസ് ടു സിംഗ് വെൽ, കല്യാണത്തിന് മുമ്പ് ഞാൻ നന്നായി പാടുമായിരുന്നു. ബട്ട് ആഫ്റ്റർ മാരേജ് I haven't been able to sing. Okay, able to sing. Before marriage I used to sing well, but after marriage I haven't been able to sing. പക്ഷേ കല്യാണത്തിന് ശേഷം എനിക്ക് പാടാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അത് കുഡിന്റെ യൂസ് ചെയ്ത് പറയുമ്പോൾ ഐ യൂസ് ടു സിംഗ് വെൽ ബിഫോർ മാരേജ് എന്ന് പറയാം. ബട്ട് ആഫ്റ്റർ മാരേജ് ഐ ഹാവൻറ്റ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് പറയാം? കുഡിന്റ് എന്ന് പറയാം. ഐ കുഡിന്റ് ഈ ബീനൊന്നും വേണ്ട കേട്ടോ. ഐ കുഡിന്റ്, ഇത്രയും ഭാഗം നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം. ഐ കുഡിന്റ് എന്താണ്? ഐ കുഡിന്റ് സിംഗ് എനിമോർ. ഇവിടെ അവസാനം നമ്മളൊരു എനിമോർ എന്നാണ് ഇത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഡോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനം എനിമോർ യൂസ് ചെയ്യാം, കാൻഡിന്റെ കൂടെ യൂസ് ചെയ്യാം. അതുപോലെ കുഡ് സിംഗ് എനിമോർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ
സെന്റൻസ് വളരെ സിമ്പിളായ സെന്റൻസുകളാണ്, എന്നാൽ വളരെ യൂസ്ഫുൾ ആയ സെന്റൻസുകളാണ്. അതുപോലെ തന്നെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒഴിച്ചുകൂടാത്ത സെന്റൻസുകളാണ്. വെറും 4 സെന്റൻസോ 5 സെന്റൻസോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് സെന്റൻസുകളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണ്. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സെന്റൻസ് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഇനി അവിടെ താമസിക്കുന്നില്ല. ഞാൻ ഇനി അവിടെ താമസിക്കുന്നില്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അതായത് ഞാൻ ഇനി അവിടെ താമസിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുകയാണ്. അതെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സെന്റൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് ടൈം വീഡിയോ കാണുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണം ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് അറിയിക്കുക. എത്തരത്തിലുള്ള വീഡിയോസാണ് ചെയ്യേണ്ടത്, എത്തരത്തിലുള്ള സംശയങ്ങളാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.